63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ പൊടിപൊടിക്കുകയാണ്. വേദികളിൽ നിന്ന് വേദികളിലേക്ക് കുട്ടികളിങ്ങനെ ഓടിപ്പാഞ്ഞ് ഉല്ലസിച്ച് നടക്കുകയാണ്. പക്ഷേ എങ്കിലും ഈ കലയും കലാകാരന്മാരുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വേദിയിൽ യഥാർത്ഥ താരമായി മിന്നി നിൽക്കുന്നത് ഒരു കുട്ടിക്കുരങ്ങനാണ്. നല്ല സൗന്ദര്യമുള്ള സുന്ദരനായ ഒരു കുട്ടിക്കുരങ്ങൻ. നമുക്ക് ആ കുരങ്ങനൊന്ന് പരിചയപ്പെടാം. ഹായ്. എന്നെയല്ല, വേറൊരാളെയാണ്. എന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ 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 അതെ. അത് കൊള്ളല്ലോ. എന്നെ കുരങ്ങെന്ന് വിളിച്ചോ? വിളിച്ചു വരുത്തി അപമാനം. വിളിച്ചു വരുത്തി അപമാനം അല്ലേ? അപമാനിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സുന്ദരനാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കണ്ടിട്ടുണ്ട്. രണ്ടുപേരുണ്ട്. അന്ന് മുതൽ ഈ തോളത്തുണ്ട്. ചിറ്റി. കിറ്റി. അന്ന് മുതലേ ഈ തോളത്തിരിക്കുക. എന്തെങ്കിലും താഴെ ഇറങ്ങുമോ? അയ്യോ, താഴെ ഇറങ്ങി ശരിയാവില്ല. ആരെങ്കിലും എന്നെ എടുത്തോണ്ട് പോകും അല്ലേ? ഇപ്പൊ തന്നെ പലരും ചോദിച്ചു എന്റെ കയ്യിൽ വരുമോ എന്ന് പല ചേച്ചിമാരും ചോദിക്കാറുണ്ട്. ചേച്ചിമാരത്തൊക്കെ പോവോ? പോവില്ല, വർത്താനം പറയും. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്. അന്ന് മുതലേ എനിക്ക് പിണങ്ങി കിടക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടം. ഒന്ന് പിണങ്ങി കിടക്കും. ഞാൻ പറഞ്ഞില്ല അല്ലേ? എന്നിട്ട് പിണങ്ങിയല്ലോ. അങ്ങനെ പറഞ്ഞില്ല. ഇഷ്ടമാണ്. പിന്നെ ഇന്നലെ തൊട്ട് ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ എല്ലായിടത്തും കാണുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഉണ്ട്? ഒരുപാട് പരിപാടിയാണ്. ഇതുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഗ്രൂപ്പ് ഡാൻസ്. പെൺകുട്ടികളുടെ ആണോ? കണ്ണ് നിറയെ കാണാനുണ്ടായിരുന്നില്ലേ? അപ്പൊ വെറുതെ ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് തമാശ പറയാൻ വേണ്ടി മാത്രമല്ലല്ലോ വന്നേക്കുന്നത്. ശുചിത്വ ബോധവൽക്കരണം അല്ലേ? ചെറിയ ശരീരത്തിൽ വലിയ ഉത്തരവാദിത്തം. ശുചിത്വ മിഷൻ. പിന്നെ ഇവിടെ സ്റ്റാളുണ്ട് അല്ലേ? അത് മാത്രമല്ല, ശുചിത്വ മിഷന് വേണ്ടിട്ട് എന്താ പറയുന്നേ? പ്ലാസ്റ്റിക് അറസ്റ്റ് നടക്കുന്ന അറിഞ്ഞോ? ഇല്ല. അത് പരീക്ഷിക്കാല്ലേ? ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിട്ട് കേറിയാൽ മതി. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിട്ട് വെള്ളമായിട്ട് അകത്തോട്ട് കയറിയാൽ ഉടനെ തന്നെ ഏകദേശം 500ഓളം കുട്ടികൾ നമുക്ക് വളണ്ടിയർമാരായിട്ടുണ്ട് അല്ലേ? അവർ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും അല്ലേ? എന്നിട്ട് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും അല്ലേ? എന്നിട്ട് അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും ആ ബോട്ടിൽ. എന്നിട്ട് 10 രൂപ വാങ്ങും. എന്നിട്ട് നമ്മൾ തിരിച്ച് ആ കാലി ബോട്ടിൽ ഏതെങ്കിലും ഗേറ്റിൽ ഏത് വേദിയിൽ എവിടെയാണെങ്കിലും തിരിച്ചേൽപ്പിച്ചാൽ നമുക്ക് ആ കൊടുത്ത പൈസ തിരിച്ചു കിട്ടും. ഞാൻ വിചാരിച്ച് കിറ്റിക്ക് അടിച്ചു മാറ്റാനായിരിക്കും. ചെയ്യില്ല അല്ലേ? ഓക്കെ. അപ്പോ അത് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യണമെന്നറിയോ? ബോട്ടിൽ വലിച്ചെറിയാതിരിക്കാനാ. ബോട്ടിൽ വലിച്ചെറിയാതിരിക്കാൻ അല്ലേ? ഇപ്പൊ കുറെ നാളായിട്ട് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഒരുപാട് എടുത്തു പോയിട്ടില്ല. ഞാൻ പണ്ട് എന്റെ കുട്ടിക്കാലത്തോട്ട് കാണുന്നുണ്ട് ഞാൻ കിറ്റിയെ. അതൊന്നും പറയണ്ടോ, എന്റെ ശരിക്കുള്ള കുറെ നാട്ടുകാർ അറിയും. അതിലേക്കാ ഞാൻ വന്നത്. സത്യത്തിൽ കിറ്റിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഒത്തിരി വർഷമായി ഞാൻ കാണാൻ തുടങ്ങി. എനിക്ക് 4 വയസ്സേ ഉള്ളൂ. അവന് 4 വയസ്സ്. കള്ള, എന്റെ 10ാം വയസ്സുണ്ട്. അവന് വയസ്സ് കൂടില്ല, അതാണ് കാര്യമല്ലേ? പക്ഷെ എനിക്ക് വയസ്സ് കൂടും. അതിന്റെ കാര്യം എനിക്കറിയാം. എന്താ? ഇയാൾ ആഹാരം കഴിക്കുന്നു, ഞാൻ കഴിക്കുന്നില്ല. അതാ കാര്യമല്ലേ? ആഹാരം കഴിച്ചില്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ കഴിക്കണം, കുട്ടികളെ കഴിക്കണ്ടേ? കുട്ടികൾ കഴിക്കണം. പക്ഷെ കിറ്റി മാത്രം ആഹാരം കഴിക്കില്ലാത്തതുകൊണ്ട് കിറ്റിക്ക് വയസ്സ് കൂടൂല. കിറ്റിക്ക് കൃത്യം 4 വയസ്സായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ എന്തൊക്കെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ കാണുന്ന നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്? ഒരുപാട്. അതിലൊരു കാര്യം പറയാം. എന്തെങ്കിലും പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുണ്ടോ? തിരിച്ചറിവില്ലാത്ത കാലത്ത് ഇപ്പൊ ഈ കത്തിച്ച പ്ലാസ്റ്റിക്കിന് എന്ത് സംഭവിക്കുന്നറിയോ? ഇല്ല പറയൂ. ഞാൻ പറഞ്ഞു കൊടുക്കാം. ഈ കത്തിച്ച പ്ലാസ്റ്റിക്കിൽ നിന്നൊരു വിഷവാതകം പുറത്തു വരും ഇല്ലേ? ഡയോക്സിൻ. അത് മാത്രമല്ല, നമ്മൾ കരിയിലെല്ലാം കൂട്ടിയിട്ട് കത്തിക്കില്ലേ, അതിൽ നിന്നും വരുന്നുണ്ട് ഒരു വിഷവാതകം അല്ലേ? എന്താ ഒന്ന് പറഞ്ഞു? കാർബൺ മോണോക്സൈഡ്. ഈ വിഷവാതകങ്ങളെല്ലാം കത്തി മുകളിലേക്ക് പോകും കേട്ടോ. എന്നിട്ട് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അന്തരീക്ഷം തണുപ്പല്ലേ? ഈ തണുത്ത അന്തരീക്ഷമായി കഴിയുമ്പോൾ ഈ വാതകത്തിന് ഭാരം കൂടും. അത് മണ്ണിലേക്ക് താന്ന് വന്ന് മണ്ണിലേക്ക് വന്ന് അലിഞ്ഞു ചേർന്ന് അത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വിഷവാതകമല്ല, രാസവിഷം. അപ്പോ അതിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഈ വിഷം വലിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നെ തിന്നാൻ തരും. മനസ്സിലായോ? പ്രകൃതിയുടെ പ്രതികാരം. പ്രകൃതി പ്രതികാരം ചെയ്യാതെ പോവില്ല. പ്രകൃതി ഒരു ദയവില്ലാതെ നമ്മളോട് പ്രതികാരം ചെയ്യും. അതുകൊണ്ട് കത്തിക്കരുത്. ഇനിയിപ്പോ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാലോ? പ്ലാസ്റ്റിക്കിന്റെ കടലാസുകളൊക്കെ വലിച്ചെറിഞ്ഞോളില്ലേ? ഈ വലിച്ചെറിഞ്ഞാൽ എന്താ സംഭവിക്കണേ? അത് നിങ്ങൾ തിന്നേണ്ടി വരും. അതും നമ്മൾ തിന്നേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു കൊടുക്കാം. വേഗം പറഞ്ഞു കൊടുക്കാം. അതായത് അതവിടെ കിടന്ന് ഒഴുകി തോട്ടിലെത്തും. പറയണ്ട, അവിടെ ചെന്ന് തോട്ടിലെത്തും അല്ലേ? അവിടുന്ന് പിന്നെ ഒഴുകി മിണ്ടരുത്. ശരി. പുഴയിൽ നിന്ന് ഒഴുകി ശരി. കടലിൽ കിടന്ന് വർഷങ്ങൾ കൊണ്ട് അത് പൊടിഞ്ഞ് ചെറിയ പൊടിയായിട്ട് മാറും. അത് കുഞ്ഞു മത്സ്യങ്ങൾ ആഹാരമാണെന്ന് കരുതി കഴിക്കും.
അവരുടെ ശരീരം സെപ്റ്റിക് ആയില്ലേ? അപ്പൊ ഈ കുഞ്ഞു മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ കഴിക്കും, കൂടുതൽ സെപ്റ്റിക് ആയി അല്ലേ? ഈ വലിയ മത്സ്യങ്ങളെ ആര് കഴിക്കും? നമ്മൾ കഴിക്കും. കണ്ടോ, പ്രകൃതി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് നമ്മളെ കൊണ്ട് തീറ്റിച്ച കണ്ടോ? അതുകൊണ്ട് നമ്മൾ തിന്നേണ്ടി വരും. വലിച്ചെറിയരുത്, കുഴിച്ചിടരുത്, കത്തിക്കരുത്. നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ എന്ത് ചെയ്യും? അങ്ങനെ ചോദിക്കൂ. അതിനാണ് ഇവന്റെ ഉത്തരം അല്ലേ? അതായത് ഈ പ്ലാസ്റ്റിക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി ഹരിത കർമ്മസേനയെ കൊടുക്കുക. സർവീസ് ചാർജ് കൂടി കൊടുക്കണം അല്ലേ? അവരത് കൊണ്ടുപോയി പല ഘട്ടങ്ങളായിട്ട് അതിനെ റീസൈക്കിൾ യൂണിറ്റിൽ എത്തിച്ചു അല്ലേ? ഓക്കെ. പിന്നെ ക്ലീൻ കേരള കമ്പനി ഉണ്ട്, അവരത് ചെറിയ ഗ്രാനൂട്ട്സ് ആക്കി മാറ്റി വീണ്ടും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായിട്ട് തിരിച്ചു വരും അല്ലേ? ഇനി ഒരു രീതിയിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത, നമുക്ക് റെഡിയാക്കി യൂസ് ചെയ്യാൻ പറ്റാത്ത അത്രയും മോശമായി കഴിഞ്ഞാൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കാം. മനസ്സിലായി. പിന്നെ ഇപ്പൊ ഇന്നലെ തൊട്ടേ ഇങ്ങനെ എല്ലാരോടും കഥ പറഞ്ഞും കളിച്ചും ചിരിച്ചും കാര്യം പറഞ്ഞൊക്കെ നടക്കല്ലേ? അപ്പൊ തളരില്ലേ ഇതിങ്ങനെ? തളരില്ല, ഞാൻ ടയറാവും. പിന്നെ ഈ എപ്പോ കണ്ടാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ കുട്ടിക്കാലത്തോട്ട് കാണുന്നുണ്ട്, 4-ാമത്തെ വയസ്സുള്ള ഞാൻ വിശ്വസിച്ചിട്ടില്ല, അതുകൊട്ടെ എങ്കിലും അന്ന് തൊട്ട് പാടുന്ന പാട്ടാ കാക്കേ കാക്കേ കൂടെ വിടെ. അതല്ലാതെ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി. പിന്നെ ഞങ്ങളുടെ ചാനലില് ഇനി അങ്ങോട്ട് വലിയ വലിയ പരിപാടികൾ വരുമ്പം വരണം കേട്ടോ, അതിൽ പാട്ട് പാടാനും കേട്ടോ. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ആശംസ, ഒരു സന്ദേശം പറഞ്ഞു. അതിനേക്കാൾ ഗംഭീര ഒരു ആശംസ ഉണ്ടല്ലോ. എന്താണ്? കലോത്സവാശംസകൾ. ഞങ്ങളുടെ M5 ന്യൂസിന്റെ പ്രേക്ഷകർക്ക് ഒരു ബൈ പറഞ്ഞേ. ഓക്കെ, താങ്ക് യു. അപ്പം കളിയും ചിരിയും വർത്തമാനവും മാത്രമല്ല, കാര്യമായ ചില കാര്യങ്ങൾ കൂടി കിറ്റി പറയുന്നുണ്ട്. ആ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. ക്യാമറാമാൻ ചന്ദ്രനാരായണനോടൊപ്പം ആനന്ദപത്മനാഭൻ, കലോത്സവവേദി, തിരുവനന്തപുരം.